നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് എനിക്കൊരു റിക്വസ്റ്റ് വന്നതിനനുസരിച്ചുള്ള റീഡിംഗ് ആണിത്. തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാൻ നിങ്ങളുടെ പേഴ്സൺ എന്താണ് ബുദ്ധിമുട്ട്, അതാണ് എന്നുവെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നുണ്ട് തേർഡ് പാർട്ടി ഉപേക്ഷിക്കാമെന്ന്, പക്ഷെ അത് പറ്റുന്നില്ല അവർക്ക്. അപ്പോൾ എന്താണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കണക്ഷൻ? എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാൻ പറ്റാത്തത്? അപ്പോൾ ഇതൊക്കെയാണിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള എനർജിയാണ്, ഇപ്പോഴത്തെ എനർജിയാണ് ഈ മൂന്ന് കാർഡ്സ് പറയുന്നത്. ഇതിലേത് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണമെന്നില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കാർഡ് സെലക്ട് ചെയ്തോളൂ. ദൈവത്തിനെ വിചാരിച്ച് നിങ്ങളുടെ ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചിട്ട് നോക്കിക്കോളൂ, സെലക്ട് ചെയ്തോളൂ കേട്ടോ. ഭഗവാനെ, അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഓറക്കിൾ മെസ്സേജാണ് നോക്കുന്നത്. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഒരു ടോക്സിക് കാർഡ് കണ്ടിട്ടുണ്ട്, ടോക്സിസിറ്റി ഉണ്ട് എന്ന മട്ടിലുള്ളൊരു കാർഡ് നോക്കാം. ഭഗവാനെ, കറക്റ്റായ മെസ്സേജ് തരണേ ഭഗവാനെ. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജാണ്, സ്പിരിച്വൽ ഓറക്കിൾ മെസ്സേജാണ് വരാൻ പോകുന്നത്. ഭഗവാനെ, ഓക്കെ, ഇത്രയും കാർഡ്സാണ് ഇവിടെ വീണത്. ഇതെല്ലാം ഞാൻ എടുക്കുകയാണ്. ബാക്കി ആർക്കും മറിഞ്ഞില്ല, അതുകൊണ്ടാണ് എടുക്കാത്തത് കേട്ടോ. അപ്പോൾ ഈ കാർഡ്സ് പറയുന്നത്, ഒന്നാമത്തെ കാർഡ് പറയുന്നത് മൗണ്ടൻ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളെ പോലെ നിങ്ങൾ ഉറച്ചു നിൽക്കണം എന്നാണ്. ഏത് പ്രതിസന്ധി വന്നാലും അതിനെ അഭിമുഖീകരിക്കാനായിട്ട് നിങ്ങൾ ഉറച്ച മനസ്സോടെ നിൽക്കണമെന്നാണ് പറയുന്നത്. പിന്നെയുള്ളത് എംബ്രേസ് ഫൊർഗിവ്നെസ് ആൻഡ് എംബ്രേസ് പോസിറ്റിവിറ്റി. എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണണം. എല്ലാം നല്ലതിനാണെന്ന് പറയുന്നത് വെറുതെ അല്ല, എല്ലാം നല്ലതിനാണ്. ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ദുഃഖം വരും, പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ. പക്ഷേ പിന്നീട് ഒരിക്കൽ ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷത്തിന് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തിനാ ഞാൻ അതിനെ ഓർത്ത് സങ്കടപ്പെട്ടത് എന്ന് നമുക്ക് തോന്നും. നമുക്ക് തന്നെ നമ്മളോടൊരു നാണക്കേട് തോന്നും കേട്ടോ. അപ്പോൾ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുക. പിന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള മനസ്സ് കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. ക്ഷമ, പിന്നെയും ക്ഷമയുടെ കാർഡാണ് കാണിക്കുന്നത്. കാര്യങ്ങൾ സക്സസ്ഫുൾ ആകണമെങ്കിൽ, റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകണമെങ്കിൽ, ഇത് തൊണ്ടയ്ക്കാരെ പിടിച്ച പോലെ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞോട്, റിലേഷൻഷിപ്പുകൾ സക്സസ്ഫുൾ ആകണമെങ്കിൽ ക്ഷമ അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഭസ്മാസുർ, മിസ്യൂസ് ഓഫ് പവർ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ വിവാഹം കഴിച്ച് ആ പേഴ്സൺ നമ്മളുടെ കൺട്രോളിൽ വരിക എന്ന് വിചാരിക്കുക. ചില സ്ത്രീകൾ റീഡിംഗ് എടുക്കാൻ വരുമ്പോൾ, ചില പുരുഷന്മാരും അതെ റീഡിംഗ് എടുക്കാൻ വരുമ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ പറയുന്നത്, കുറേ നാളോ കല്യാണം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതിനപ്പുറം പോകില്ലായിരുന്നു പുള്ളി, ആ സ്ത്രീ. പിന്നെ എന്ത് പറ്റിയെന്ന് അറിയില്ല. അപ്പം നിങ്ങളുടെ കൺട്രോളിൽ നിന്നൊരു കാര്യം നിങ്ങളുടെ കൈവിട്ട് പോകുമ്പോഴാണ് റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ, ആ പേഴ്സൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്നൊരു ധ്വനി അതിനകത്ത് വരാറുണ്ട്. എല്ലാത്തിനെയും നമ്മൾ കൺട്രോളിൽ വെക്കണം എന്ന് വിചാരിക്കുന്ന എന്തിനാ? എല്ലാവർക്കും ജീവിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്, അവകാശമുണ്ട്, അവരുടെ ഇഷ്ടത്തിന്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ആരോ അവർക്ക് മറ്റേയാളുടെ മുകളിലുള്ള പവർ അത് ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നാണ് ഈ കാർഡ് പറയുന്നത്. നിർത്തണം. പിന്നെയുള്ളത്, പിന്നെയും പോസിറ്റീവ് ഔട്ട്ലുക്ക് വേണമെന്നാണ് പറയുന്നത്. പോസിറ്റീവ് ഔട്ട്ലുക്ക് എന്തിനാണ്?
പ്രശ്നങ്ങളിലെല്ലാം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ അർത്ഥമില്ല. മറ്റുള്ളവരാരും വന്ന് നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല, നിങ്ങൾ തന്നെ നിങ്ങളെ സഹായിക്കണം. അപ്പോൾ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാം, ഇതെനിക്ക് വേണോ വേണ്ടയോ, ഇതൊക്കെയാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്ന. ഒരു കാര്യത്തിൽ സ്റ്റക്കായിട്ടിരുന്നിട്ട് ഒരു കാര്യമില്ലെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഞാൻ ജിപ്സി ഓറക്കിൾ കാർഡ്സും കൂടെ നോക്കാം. ഓക്കെ, കാർഡ്സ് കാണാൻ പറ്റുന്നോ എന്നൊരു സംശയം തോന്നുന്നു നമുക്ക്. ഭഗവാനെ, ദേവിയമ്മേ മഹാമായ, അമ്മേ ദേവി മഹാമായ. ഇതൊക്കെ ഞാൻ എനർജി കളഞ്ഞിട്ട് എന്ന് വെച്ചാൽ റീഡിങ്സ് എടുത്തിട്ട്, നേരത്തെ റീഡിങ്സ് എടുത്തിട്ട് അതിലുണ്ടായിരുന്ന എനർജി എല്ലാം കളഞ്ഞ് ഷഫിൾ ചെയ്ത് വെച്ചേക്കുന്ന കാർഡ്സാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ എനർജീസാണ് ഇതിനകത്ത് ഇപ്പം ഉള്ളത്. ഭഗവാനെ, ദേവി അമ്മേ മഹാമായ, അമ്മേ ദേവി മഹാമായ, അമ്മേ ദേവി മഹാമായ, അമ്മേ ദേവി മഹാമായ. നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. ദൈവത്തിനെ വിളിക്കുന്നതിൽ നമ്മൾ നാണിക്കാനൊന്നുമില്ല. നമ്മൾ മോഡേൺ അല്ല, അയ്യോ ഭയങ്കര പഴഞ്ചനാണെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ വിചാരിച്ചു പോട്ടെ. നമ്മളുടെ വിശ്വാസമാണ് നമ്മളെ പൊറുപ്പിക്കുന്നത്. അതാണ് ബൈബിളിൽ പറയുന്നത്. നിങ്ങളുടെ വിശ്വാസം എന്തുമായിക്കോട്ടെ, അതാണ് നിങ്ങളെ പൊറുപ്പിക്കുക. അപ്പോൾ ആരെന്ത് പറഞ്ഞാലും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഭഗവാനെ, അതിൻ്റെ കൂടെ അല്ല, ക്ലാരിഫിക്കേഷൻ അല്ല, ഓറക്കിൾ മെസ്സേജാണ്, സോറി. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഓറക്കിൾ കാർഡ്സ് ഞാൻ പറഞ്ഞുതരാം. എപ്പോൾ ഞാൻ ഷഫിൾ ചെയ്തിട്ട് എവിടെ നിന്നൊക്കെ കാർഡ്സ് എടുത്താലും ഉണ്ടല്ലോ, വരുന്ന കാർഡ്സ് തന്നെയാണ് വരുന്നത്. അതെനിക്കൊരു ഭയങ്കര അതിശയമാണ്. കുറേ കാർഡ്സ് ഇതിനകത്ത് വരാത്ത കാർഡ്സ് ഉണ്ട്, അത് വരുന്നില്ല. എത്ര ഷഫിൾ ചെയ്തിട്ട് വെച്ചാലും. ഇപ്പോൾ ഇവിടെ ലെറ്ററിൻ്റെ കാർഡ് ഇല്ലേ, ഡെത്ത് കാർഡ്, അത് വേണ്ട, പോട്ടെ. വേറെ കുറേ കാർഡ്സ് ഉണ്ട് ഇതിനകത്ത്, അതൊന്നും വരുന്നില്ല. ഏത് വരുന്ന കാർഡ്സ് തന്നെ പിന്നെയും അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇവിടെ കാർഡ്സ് വന്നേക്കുന്ന ഒരു ശത്രു, ഒരു സ്ത്രീ എനർജിയാണ് ശത്രുവായിട്ട് വരുന്നത്. പിന്നെ ഒരു വീട് കാണിക്കുന്നുണ്ട്. പിന്നെയുള്ളത് ഒരു ഫ്രണ്ട്, നിങ്ങളുടെ കൂടെയുള്ള ഒരു ഫ്രണ്ടിൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ ഒരു ഡിസാസ്റ്റർ, മിസ്ഫോർച്യൂൺ, എന്തോ ഒരു നാശനഷ്ടം വരുന്നുണ്ട്. പിന്നെ അപ്പം തീ സൂക്ഷിക്കണമെന്നും കൂടെ പറയുന്നുണ്ട് ഇവിടെ. തീ സൂക്ഷിക്കുക, പുതിയതായിട്ട് വരുന്ന ഫ്രണ്ട്സ് അവരെ സൂക്ഷിക്കുക, പുതിയതായിട്ട് ബന്ധം സ്ഥാപിക്കാൻ വരുന്നവരെ സൂക്ഷിക്കുക, പുതിയ വീട്ടിലേക്ക് മാറുകയാണെങ്കിൽ അത് സൂക്ഷിക്കുക. മനസ്സിലായി? അതെല്ലാം അന്വേഷിച്ചിട്ട് വേണം. പുതിയ വീട് വാങ്ങിക്കുകയാണെങ്കിലൊക്കെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞിട്ട് വേണം ഒരു വീട്, നമ്മളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വീട് എടുക്കാൻ. പിന്നെയുള്ള ഒരു ഡെസ്പെയർ, ഭയങ്കര ഡെസ്പെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലൊരാൾ, പിന്നെ ഭയങ്കര സങ്കടം. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള എന്തോ ഒരു കാര്യമാണ്. നാശനഷ്ടങ്ങൾ ഉണ്ടായി, ബന്ധങ്ങൾ പോയി, ഫ്രണ്ട്സ് ചതിച്ചു, വീട് നഷ്ടപ്പെട്ടു, എന്തോ ബിസിനസ് നഷ്ടപ്പെട്ടു, എന്തൊക്കെയോ അതിൽ ഭയങ്കരമായിട്ട് മനം നോക്കുന്ന ഒരു പുരുഷനെ കാണിക്കുന്നുണ്ട്, അതുപോലെ ഒരു സ്ത്രീയെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ജിപ്സി ഓറക്കിൾസ്. ഇനി തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാൻ പറ്റാത്തത്? ഇവിടെ 7 ഓഫ് വോൺസ് റിവേഴ്സ് ആണ് വരുന്നത്. 7 ഓഫ് വോൺസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാതെ, എന്ന് വെച്ചാൽ നമ്മൾ ഒരു കുറേ ലോകത്തുള്ള എല്ലാവരും നമ്മളുടെ എതിരാണ്, നമ്മൾ അവരെ ഫൈറ്റ് ചെയ്ത് അകറ്റി നിർത്തുന്നു. അവർ ഇനിയിപ്പോൾ തേർഡ് പാർട്ടിയുടെ കാര്യമാണെങ്കിൽ തന്നെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് തേർഡ് പാർട്ടി അങ്ങനെയാണ്, അവരിങ്ങനെയാണ്, അവരെ ഉപേക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഫൈറ്റ് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു ഫൈറ്റ് വേണ്ട എന്ന ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ ചിലപ്പോൾ നേരിയ ഒരു ഡൗട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിൽ കയറിയിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ തേർഡ് പാർട്ടിയെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും നിങ്ങളുടെ പേഴ്സൺ അതിന് പ്രതികരിക്കുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ഓക്കെ, എന്തെങ്കിലും ആകട്ടെ, ശരിയായിരിക്കാം പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോ, അതും കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോ, എന്നെ അത് ബാധിക്കുന്നില്ല, ഇനി ഞാൻ ഫൈറ്റ് ചെയ്യില്ല, ഇത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തൊരു കാര്യമാണ്, ഇതിനു വേണ്ടി എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, അത് വെറുതെ എൻ്റെ എനർജി വേസ്റ്റ് ആക്കുന്നതാണ് എന്നൊരു സിറ്റുവേഷൻ കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഏറീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. ഞാനിവിടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം എന്താണെന്ന് സിറ്റുവേഷൻ. ഇത് തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള
ഓവറോൾ എനർജിയാണ് ഇപ്പോൾ. നേരത്തെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വേറൊരു കാര്യം കൂടെ മെസ്സേജും കൂടെ വരുന്നത് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിലേക്ക് ഈ തേർഡ് പാർട്ടി വന്നപ്പോൾ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയെ അകറ്റി നിർത്താൻ നോക്കിയിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഫൈറ്റ് ഇല്ല, അവർ സ്വരുമയോടെയാണ് പോകുന്നത് എന്നൊരു കാര്യം കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് അതിശയമായിട്ടുണ്ട് അങ്ങനെ ഒരു കാർഡ് വന്നത്. ഓക്കെ, ഇത് പഴയ ഒരു റിലേഷൻഷിപ്പാണ് കേട്ടോ. ഇവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ട്, പണ്ടേ ഉള്ള ഒരു റിലേഷൻ. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഇല്ല, മനസ്സിലായി? വളരെ ക്ലിയർ ആണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിൽ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ചിന്തകൾ എന്താണ്, റിലേഷൻഷിപ്പ് ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ഇത് ഇയാൾക്ക് വേണമോ, ഈ സ്ത്രീയോ പുരുഷനോ നിങ്ങളുടെ പേഴ്സൺ ആരായാലും അവർക്ക് വേണോ വേണ്ടയോ എന്നതിൽ ഒരു സംശയമില്ല, അവർക്ക് വേണമെന്ന് തന്നെയാണ്. അപ്പോൾ ആദ്യമൊക്കെ ഉടക്കിയെങ്കിൽ ചിലപ്പോൾ ഒരു വഴക്കുണ്ടായിട്ട് റീകൺസിലിയേഷനിലേക്ക് പോയതായിരിക്കാം. ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ സിറ്റുവേഷൻ റിസ്ക്കിയാണ്, എവിടം വരെ പോകുന്ന അറിയില്ല, എന്നാലും ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ ഒരു റിസ്ക് എടുത്ത് ന്യൂ ബിഗിനിങ്ങിലേക്ക് പോകുകയാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും. ഇവിടെ അവർക്ക് അതിലൊരു കൺഫ്യൂഷനും ഇല്ല എന്നാണ് പറയുന്നത്. ടോറസ്, ലീബ്ര, അക്വാരിയസ്, ഏരീസ് ആണ് ഇവിടെ കാണിക്കുന്നത്. വളരെ സ്ട്രോങ് ആയ രണ്ട് എനർജീസാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഒരു ഷോപ്പിൽ കൂടാകാം അല്ലേ? ഭഗവാനെ, ദേവിയമ്മേ, മഹാമായി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഒരു ഇന്നർ ക്ലാരിറ്റി, അത് തന്നെയാണ് നമ്മളിവിടെ കണ്ടത്. ഇവർ തമ്മിൽ ഒരു ക്ലാരിറ്റി ഉണ്ട് അവരുടെ സിറ്റുവേഷനെ കുറിച്ചിട്ട്. ഇവിടെ ഒരു ഒബ്സെഷനാണ്, രണ്ടുപേർക്കും തമ്മിൽ ഭയങ്കര ഒബ്സെഷനാണ് ഇവർ, മനസ്സിലായി? ഇത് കാപ്രിക്കോൺ സോഡിയാക് സൈനാണ് ഇവിടെ കാണിക്കുന്നത്, വളരെ സ്ട്രോങ് ആയിട്ട്. അപ്പോൾ കാപ്രിക്കോൺ ഒരു കാര്യത്തിലേക്ക് ഒരാളോട് അട്രാക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ, കാപ്രിക്കോൺ ആവണം എന്നില്ല, ഇവിടെ കാപ്രിക്കോൺ കണ്ടുകൊണ്ട് പറയാണ്, കാപ്രിക്കോൺ അല്ലെങ്കിൽ ടോറസ്, ഇതൊക്കെ ഒരു ഇവിടെ ടോറസ് ലീബ്ര ഉണ്ട്. ഒരു കാര്യത്തിലേക്ക് അവർ അട്രാക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അത് സ്വന്തമാക്കിയാലേ പിന്നെ അവർ നിർത്തുള്ളൂ. അങ്ങനത്തെ അത് അവർക്കൊരു ഒബ്സെഷനായിട്ട് മാറും, ഒരു അഡിക്ഷനായിട്ട് മാറും, മനസ്സിലായി? എന്ന് പറഞ്ഞ് അവർ എല്ലാം ഉപേക്ഷിക്കണമെന്നില്ല, മനസ്സിലായി? പക്ഷെ അവർക്ക് വളരെ ക്ലിയർ ആണ് അവരുടെ മനസ്സിൽ അവർക്ക് എന്താണ് വേണ്ടത്. ഒരു കാര്യം ഇപ്പോൾ അവർ ഒരു എന്താ പറയുക, ഒരു പേന മേടിക്കുകയെന്ന് വിചാരിക്കുക. പേന മേടിച്ചാൽ പേന കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? എഴുതുക, അല്ലേ? അത് തീർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറൊരു പുതിയ പേന കിട്ടിയാൽ ഇവരത് മാറ്റി വെക്കും, യൂസ് ചെയ്യില്ല എന്നല്ല, പക്ഷെ അത് അവർ എറിഞ്ഞ് കളയില്ല. ഇവർ പഴയ കാര്യങ്ങൾ സൂക്ഷിച്ച് വെക്കുന്ന ആളുകളാണ്, മനസ്സിലായോ? അവർക്ക് അറ്റാച്ച്, പക്ഷെ എന്താ പറയുക, ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണെങ്കിലും അവർക്ക് ഇപ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്ന കാര്യങ്ങളാണെങ്കിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് ഡിറ്റാച്ച് ചെയ്യും. അപ്പോൾ അവിടെ ഇമോഷണലോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെ അറ്റാച്ച്ഡ് ആണ് ഒരു സാധനത്തിന്, മനസ്സിലായോ? ഈ പേഴ്സണെ ഉപദ്രവിക്കുക, ഈ പേഴ്സൺ ഒട്ടും വേണ്ട, ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കുകയുള്ളൂ, അല്ലാതെ ഈ പേഴ്സൺ ഉപേക്ഷിക്കില്ല. അപ്പം തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒബ്സെഷനാണ്. ഇതൊരു വളരെ ഫിസിക്കലി അട്രാക്റ്റഡ് ആയ ഒരു റിലേഷൻഷിപ്പാണ്, ഭയങ്കര ടോക്സിക് ആണ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. രണ്ടുപേരും തമ്മിൽ അടി ബഹളമുണ്ട്, വളരെ അധികം എനർജറ്റിക് ആയ രണ്ട് എനർജീസാണ്. പിന്നെ ഇവിടെ 3 ഓഫ് വാൻഡ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും നാട് വിടാനുള്ള ഒരു പ്ലാൻ ഉണ്ടോ എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ഓവർസീസ് ഓപ്പർച്യൂണിറ്റീസ് ഇവർ നോക്കുന്നുണ്ട്. ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇവിടെ നിന്നാൽ നാട്ടുകാർ പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കും, ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇവർ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മെൻ്റൽ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ആദ്യം ഇവർ വേണ്ടാന്ന് വെച്ചിരുന്നതാണ്. പിന്നെ ഇവർ ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ടെന്ന് ഇവർക്കറിയാം. ഇവർ പെർഫെക്റ്റ് അല്ല രണ്ടുപേരും ഒരുമിച്ചെന്ന് ഇവർക്കറിയാം. ഇവർ ഓപ്പോസിറ്റ്സ് ആണ്. പക്ഷേ അതിലും ഒരു പെർഫെക്ഷൻ ഇവർ കാണുന്നുണ്ട്. നേരത്തെ അവർ ഫൈറ്റ് ചെയ്യായിരുന്നു, ഒരാൾ മറ്റേ നീ എൻ്റെ ഈ പെരുമാറ്റം എനിക്കിഷ്ടമല്ല, നിങ്ങളുടെ ഈ പെരുമാറ്റം എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഫൈറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരത് ആക്സെപ്റ്റ് ചെയ്ത് വരികയാണ്. അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ഇതിലാണ്, അല്ലാതെ മറ്റേയാളെ നന്നാക്കാൻ ഇവർ നോക്കുന്നില്ല എന്നാണ് പറയുന്നത്. ടീം വർക്ക്, ഇവരൊരു കൊളാബറേഷനിൽ പോകാനാണ് പ്ലാൻ, മനസ്സിലായി? ഇവർ സ്വരുമയോടെ പോകാനാണ് പ്ലാൻ. അതാണ് ഇപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള സിറ്റുവേഷൻ.
ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ എന്താണ് പ്രത്യേകത, എന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകത എന്താണ്? ഇവർ രണ്ടുപേരും നഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. മനസ്സിലായോ? ഇവർ രണ്ടുപേരും ജീവിതത്തിൽ കുറേ പ്രതിസന്ധികളെ ഫേസ് ചെയ്തവരാണ്. രണ്ടുപേരും ഏകദേശം ഒരേ അനുഭവങ്ങളിൽ കൂടെ പോയവരാണ്. രണ്ടുപേരും ആ രണ്ട് തരം ക്യാരക്ടർ ആയതുകൊണ്ട് ആ സിറ്റുവേഷനോട് ഇവരെങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഏകദേശം ഒരേപോലത്തെ സിറ്റുവേഷൻസിൽ റിലേഷൻഷിപ്പിലാണെങ്കിലും ബന്ധുക്കളുടെ ബുദ്ധിമുട്ടുകളാണെങ്കിലും എല്ലാം ഇവർ കുറേ അധികം തിരിച്ചടികൾ ആക്കിയ ആൾക്കാർ, പക്ഷെ എന്നിട്ടും തളരാതെ മുമ്പോട്ട് പോകുന്നവരാണ്. അപ്പോൾ തിരിച്ചടികൾ ഉണ്ടായെങ്കിലും അവർ എന്താ പറയുക, ബാക്ക് ഔട്ട് ചെയ്യുകയോ സൂയിസൈഡ് ചെയ്യുകയോ ഒളിച്ചോടുകയോ ഒന്നും ചെയ്തില്ല. അവർ അത് ആക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് വന്ന് ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് വന്നവരാണ് ഇവർ. അപ്പോൾ ഇവർ ആ സിറ്റുവേഷൻ എല്ലാം അവസാനിച്ചു, ഇനി ഞങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകണ്ട എന്നൊരു ചിന്തയുണ്ട് ഇവർ. അപ്പോൾ ഇവർ ഫൈറ്റേഴ്സാണ് രണ്ടുപേരും. മനസ്സിലായി? മരണത്തെ പോലും പേടിച്ച് ചിലപ്പോൾ ഇവരൊക്കെ സൂയിസൈഡ് ചെയ്യാൻ നോക്കുകയോ ഒരു 80% അല്ലെങ്കിൽ 70% ആളുകളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കണം എന്ന് വിചാരിക്കുന്നവരാണ്. ചിലർ വിചാരിച്ച് മുമ്പോട്ട് പോകുന്നവരാണ്. അവർ മണ്ടന്മാരാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത് അതിജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിയില്ല. കാരണം നമ്മൾ അത്രയും സിറ്റുവേഷനിൽ കൂടെ പോയി, ഇനി എന്ത് വരാനാ എന്നൊരു ധൈര്യം നമുക്ക് വരും. പക്ഷെ അപ്പോൾ അവരുടെ മനസ്സ് വീക്ക് ആവുമ്പോഴാണ് അങ്ങനെയുള്ളവരെ സൂയിസൈഡ് ചെയ്യുക. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, പോട്ടെ എന്തായാലും. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടെ, ഭീകരമായ സിറ്റുവേഷനിൽ കൂടെയൊക്കെ നഷ്ടങ്ങൾ സഹിക്കുക, ഭീകരമായ സിറ്റുവേഷനിൽ കൂടെ എല്ലാം നഷ്ടപ്പെട്ടൊക്കെ മുമ്പോട്ട് പോയ രണ്ടുപേരാണ്. അപ്പോൾ ഇവരുടെ മനസ്സിൻ്റെ ധൈര്യം ഭയങ്കര സ്ട്രോങ് ആണ്. ആ തീയിൽ കുരുത്തം എന്ന് പറയില്ല, അങ്ങനത്തെ രണ്ടുപേരാണ് ഇവർ. അപ്പോൾ അതുകൊണ്ടാണ് ഇവരുടെ റിലേഷൻഷിപ്പ് ഇത്രയും സ്ട്രോങ് ആവുന്നത്. പരിചയപ്പെട്ടപ്പോൾ ഇവർ ഇത്രയും സീരിയസ് ആയിരുന്നില്ല. പക്ഷെ അറിഞ്ഞു വരുമ്പോഴും ഓരോരുത്തരും അവർ രണ്ടുപേരും അവരെങ്ങനെയാണ് സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യുന്നത്, അഭിമുഖീകരിക്കുന്നത്, അതിനെങ്ങനെയാണ് തരണം ചെയ്യുന്നതെന്ന് രണ്ടുപേരും നോക്കുമ്പോൾ രണ്ടുപേർക്കും ഈ രണ്ടുപേരോടും അവർക്ക് റെസ്പെക്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ തീയിൽ കുരുത്തതാണ് രണ്ടുപേരും. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ വരുന്നത്. അതാണ് ഇവരുടെ പ്രത്യേകത രണ്ടുപേരുടെയും. ഇവർ വീക്കായ രണ്ടുപേരല്ല, വളരെ സ്ട്രോങ് ആയ രണ്ടുപേരാണ്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണോ? ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണോ? എല്ലാം കൂടെ തലകുത്തി വരും. ഞാൻ എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കും കേട്ടോ. ഈശോയെ വിളിക്കാറുണ്ട്, കർത്താവിനെ വിളിക്കാറുണ്ട്, അള്ളാഹുവിനെ വിളിക്കാറുണ്ട്. എനിക്കങ്ങനെ ദൈവങ്ങളിൽ തമ്മിൽ വ്യത്യാസമില്ല. പിന്നെ ഞാൻ ജനിച്ചത് ഹിന്ദുവായിട്ടായതുകൊണ്ട് എന്ത് ദൈവങ്ങളോട് പ്രാർത്ഥിക്കും, ഇത്രയേ ഉള്ളൂ. ഭഗവാനെ, ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണോ? അതാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണോ? യെസ്, ഇവർ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. ഏഞ്ചൽസ് ആണ് പറഞ്ഞത്. അപ്പോൾ ഇവർ മീറ്റ് ചെയ്യുക എന്നുള്ളത് കാര്യം, അത് ഡെസ്റ്റിനിയാണ്. ഇവരൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. ചിലപ്പോൾ ലവേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരുന്നിരിക്കാം, ബന്ധുക്കളായിരിക്കും, ആരോ. അപ്പോൾ ആ ഒരു കണക്ഷൻ ആയതുകൊണ്ടാണ് ഇവർ ഈ ജന്മത്തിൽ അവരുടെ പഴയ കടമകൾ, കർത്തവ്യങ്ങൾ, അവർ തമ്മിലുള്ള കർത്തവ്യങ്ങൾ, കണക്കുകൾ അവർക്ക് തീർക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അവർ ഈ ജന്മത്തിൽ ഇതെല്ലാം തീർക്കാൻ നോക്കുന്നത്. നമ്മൾ അതിനകത്ത് ഇടപെട്ടിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത് തീരുന്നവരെ അവരതിനകത്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. ഇവിടെ സ്കോർപിയോ ഉണ്ട്. അപ്പോൾ ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്. ഈ ജീവിതത്തിൽ ഇവരുടെ കടമകളും തമ്മിലുള്ള കടമകളും കർത്തവ്യങ്ങളും എല്ലാം തീർത്തെടുക്കണമെന്ന് ഡെസ്റ്റിനി ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഇതിനകത്ത് വന്ന് കയറിയേക്കുന്നത്. ഇവർ സോൾമേറ്റ് കണക്ഷൻ ആണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഉദ്ദേശം എന്താണ്? കാരണം നിങ്ങൾ ഇതിനിടയിലുണ്ടല്ലോ. നിങ്ങളോടുള്ള ഉദ്ദേശം എന്താണ്? ഓക്കെ, നിങ്ങളോട് ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള മാരേജിൽ ഈ പേഴ്സൺ ഹാപ്പി അല്ല. ഈ പേഴ്സൺ സ്വന്തം ഇഷ്ടങ്ങളാണ് ഇപ്പം നോക്കുന്നത്. മനസ്സിലായി? നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇവരൊട്ടും ഹാപ്പി അല്ല. ഇത് റിലേഷൻഷിപ്പ് മാത്രമാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഇത് മാരീഡ് ആണെങ്കിൽ ഈ മാരേജിൽ ഇവരൊട്ടും ഹാപ്പി അല്ല. മാരേജ് കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഹാപ്പിനെസ് ഇല്ല. ചിലപ്പോൾ ഇതൊരു ഡിവോഴ്സിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അതിൻ്റെ ആ സൈഡിലേക്ക് അവർ എത്തിയിട്ടില്ല. പക്ഷെ ഇത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തമ്മിൽ ഭയങ്കര അടിയാണ്. തമ്മിൽ ബന്ധുക്കളായാലും നിങ്ങളായാലും ഈ പേഴ്സണോട് ഭയങ്കര അടിയാണ് ഉണ്ടാക്കുന്നത്. ഇത് വല്ലാത്തൊരു ഭാരമായിട്ടാണ് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത്. ഈ റിലേഷൻഷിപ്പ്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒട്ടും ഹാപ്പി അല്ല. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. ഓക്കെ,
എന്തെങ്കിലും തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് ഇപ്പോഴത്തെ എനർജിയാണ് ഈ പറയുന്നത്. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാൻ പോകുന്നത്, എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരുമോ? ഇത് നോ പറഞ്ഞിട്ട് റിവേഴ്സാണ് വന്നേക്കുന്നത്. ഈ ആദ്യത്തെ കാർഡില്ലേ, അത് തന്നെയാണ് അവസാനത്തെ കാർഡുമായിട്ട് വന്നത്. ഇത് അവസാനത്തെ കാർഡാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഇവര് തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറേ നാൾ പോകും. മനസ്സിലായോ? ഒരു 7 വർഷം, ഒരു 7 മാസമോ 7 വർഷമോ, 7 വർഷമാണെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവര് ചിലപ്പോൾ ഇതിൽ എക്സോസ്റ്റഡ് ആവും. ചിലപ്പോൾ തേർഡ് പാർട്ടി മരിച്ചു പോവുകയോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയും ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഏടാകൂടം അതിനകത്ത് വന്ന് കയറും. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർ ചിലപ്പോൾ ആ സമയത്ത് ഇവർ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ്. പക്ഷേ 7 വർഷം എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കാലയളവാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ എന്ത് ചെയ്യും? അതുവരെ ഇവരെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയാവണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നിങ്ങളാണ് ഡിസിഷൻ ചെയ്യേണ്ടത്. ഇവിടെ ഇത്രയും വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്യണോ? മനസ്സിലായോ? കാരണം തൽക്കാലത്തേക്ക് ഈ പേഴ്സൺ തേർഡ് പാർട്ടിയോട് ഭയങ്കര ഹാപ്പിയാണ്, നിങ്ങളുമായിട്ടുള്ള ബന്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മേ ബി ഫ്യൂച്ചറിൽ ചിലപ്പോൾ സമയം മാറുമ്പോൾ ഒരു 7 വർഷമൊക്കെ കഴിയുമ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റെഡി. ഓക്കെ, ഇവിടെ സാജിറ്റേറിയസ്, സ്കോർപിയോ, കാപ്രിക്കോൺ, ബാക്കി സോഡിയക് സൈൻ ഞാൻ പറഞ്ഞതാണ്. ഭഗവാനെ, അപ്പം ഇതാണ് ഒന്നാമത്തെ റീഡിങ്. ഇനി നമ്മൾ രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അത് മുമ്പ് കാർഡ്സൊക്കെ ഒന്ന് തിരിച്ച് വെച്ചേക്കട്ടെ ഭഗവാനെ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജസ് നോക്കണം. ഭഗവാനെ, 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 ഭഗവാനെ. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള സ്പിരിച്വൽ ഓറക്കിൾ മെസ്സേജസ് ആണ് ഭഗവാനെ ഞങ്ങൾക്ക് വേണ്ടത്. ഭഗവാനെ, ഭഗവാനെ, ഭഗവാനെ. ആത്മാർത്ഥത പറയുന്നുണ്ട് ഇവിടെ. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളത് 100% ആത്മാർത്ഥതയോടെ ചെയ്യണം എന്നാണ് പറയുന്നത്. അതിനെ പ്രതിഫലം കിട്ടുകയുള്ളൂ. അതിനെ ഒരു എന്താ പറയുക, നമുക്കൊരു പ്രതിഫലം തന്നെ പറഞ്ഞതിന് അതിനൊരു തിരിച്ച് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ തിരിച്ച് കിട്ടുകയുള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് എൻ്റെ വേർഡ് പെട്ടെന്ന് കിട്ടുന്നില്ല. ഭഗവാനെ, ഭഗവാനെ. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ്, സ്പിരിച്വൽ ഓറക്കിൾ മെസ്സേജ്. ഭഗവാനെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള സ്പിരിച്വൽ ഓറക്കിൾ മെസ്സേജ്. ഒരു കാർഡ് കൂടി ഉണ്ട്. എനിക്ക് 3 കാർഡ്സാണ് ഇവിടെ വന്നേക്കുന്നത്. 4 ഉണ്ട് കേട്ടോ. ഓക്കെ, ഓൾറൈറ്റ്. ഒന്നാമത്തെ കാർഡ് പറയുന്ന ഡിവൈൻ ഇൻ്റർവെൻഷൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കണമെങ്കിൽ അതിൽ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ഇവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ വേണം. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അത്രയും സ്ട്രോങ് ആണ്. അത് നടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അത് നടത്തിയെടുക്കണമെങ്കിൽ നിങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ ആ കാർഡ് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞ കാർഡ് കണ്ടത്. പക്ഷെ അതിവിടെ വന്നില്ല. അപ്പോൾ അത് നിങ്ങളോട് ഞാൻ പറയണമെന്നുള്ള ഇതുള്ളതുകൊണ്ടാണ് ആ ഡെഡിക്കേഷൻ കാർഡ് ഇവിടെ ഞാനത് കണ്ടത് ഷഫിളിൻ്റെ ഇടയിൽ. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ 100% ആത്മാർത്ഥതയോടെ അതിൽ ഇൻവോൾവ് ആയിട്ട് ചെയ്യണമെന്നാണ് നിങ്ങളോട് ദൈവം പറയുന്നത്. അപ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടുക. പകുതി വഴി അവർ പറയും പാതി താൻ പാതി ദൈവം പാതി. പക്ഷെ നമ്മൾ ചെയ്യുന്ന പാതിയിൽ നമ്മളുടെ 100% വേണം. അല്ലാതെ 50% ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി പകുതി ദൈവം ഇട്ടുള്ളൂ, അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന നമ്മളുടെ സൈഡിൽ നിന്നുള്ള 50% 100% ആയിരിക്കണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ സൈഡിൽ നിന്നുള്ള 50% 100%ആയിട്ട് ദൈവം നമുക്ക് തരുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത്തത്, സംസാരിക്കുമ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് വ്യത്യാസമുണ്ട്. നമ്മൾ സ്ഫുടമായിട്ട് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് ചോദിക്കണം. ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ എനിക്കൊരു ഇപ്പോൾ 10 രൂപ വേണം എന്നുള്ളതാണ് എന്നൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഒരു 10 രൂപ എനിക്കിപ്പോൾ വേണം. അപ്പോൾ ഒരു 10 രൂപ എന്ന് പറയുമ്പോൾ 1 രൂപയാണോ 10 രൂപ ആകെ കൂടെ എനിക്ക് 10 രൂപ വേണം ഭഗവാനെ. വേണമെങ്കിൽ ക്ലാരിറ്റി കൊടുക്കാം, ഇന്ന സാധനം എനിക്ക് മേടിക്കണം, അതിന് ഇത്ര രൂപയാണ്, ആ രൂപ എനിക്ക് തരണമേ
ഇതാണ്. കുറച്ച് സമയം എടുക്കും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ, പക്ഷെ കുഴപ്പമില്ല. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളോട് ക്ലിയർ ആക്കി പറയണ്ടേ, അല്ലേ? അതുപോലെ തന്നെയാണ് ദൈവത്തിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ദൈവത്തിനോട് പറയുക. എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് ആവശ്യം? നമ്മളിപ്പോൾ ഡാഡിയുടെ അടുത്തോ മമ്മിയുടെ അടുത്തോ നമ്മൾ ചെറുതായിരിക്കുമ്പോൾ പൈസ ചോദിക്കുമ്പോൾ, മമ്മി എനിക്കൊരു 10 രൂപ വേണമെന്ന് പറയുമ്പോൾ, എന്തിനാണ് നിനക്കത് 10 രൂപ? അപ്പോൾ നമ്മൾ പറയണം, ഇന്ന സാധനം മേടിക്കണം, എനിക്ക് ഈ മിഠായി മേടിക്കണം, അതിന് ഇത്ര രൂപ. അപ്പോൾ അവർ നമ്മൾ അഡ്വൈസ് ചെയ്യും, ചിലപ്പോൾ പൈസ തരില്ല, പല്ല് വരുന്ന പോയിട്ട്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും പറയാനുള്ള ക്ലാരിറ്റി നമ്മൾ പറയുക, ചിലപ്പോൾ കിട്ടിയാലോ, അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയുക. മനുഷ്യരല്ലല്ലോ ദൈവങ്ങൾ. ദൈവം എന്ന് പറഞ്ഞാൽ ദൈവമാണ്, മനുഷ്യരെ പോലെ ജഡ്ജ് ചെയ്യില്ല നമ്മളെ. അപ്പോൾ മൂന്നാമത്തെ കാർഡ് പറയുന്ന ഹാർനസ് ദ പവർ ഓഫ് രുദ്രമന്ത്ര. പിന്നെ ഇതെല്ലാം പ്രാർത്ഥനയാണ് പറയുന്നത്, നിങ്ങളോട് എല്ലാം പ്രാർത്ഥനയാണ് പറയുന്നത്, മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് പ്രതിവിധിയാണ് ഈ പറയുന്നത് ഭഗവാൻ നിങ്ങളോട്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇതെന്നല്ല, പ്രതിവിധി, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ മീൻസ് നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക, ഒബ്സെഷൻ ഉണ്ട്, മിസ്യൂസ് ഓഫ് പവർ, അങ്ങനെയുള്ള കാഴ്ചയൊന്നുമല്ല നിങ്ങൾക്ക് വന്നേക്കുന്നത്. നിങ്ങളോട് പറയുകയാണ്, വഴി പറഞ്ഞു തരികയാണ്, എങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം സാധിച്ചെടുക്കാൻ പറ്റുക. മൂന്നാമത്തെ കാർഡ് ഓം നമോ ഭഗവതേ രുദ്രായ എന്ന മന്ത്രം ജപിക്കണമെന്ന് പറയുന്നുണ്ട്. നാലാമത്തെ കാർഡും പറയുന്നത് എന്താണ്? ഓം എന്ന മന്ത്രം ജപിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥനയാണ് നിങ്ങളോട്, ആത്മാർത്ഥമായ പ്രാർത്ഥന, മനസ്സിലായോ? അതാണ്. ഓക്കെ, എനിക്കത് ഭയങ്കര ഇഷ്ടമായത്. നേരായ ഒരു മെസ്സേജാണ് അത് വന്നേക്കുന്നത്. ഭഗവാനെ, ദേവിയമ്മേ, മഹാമായേ, ഭഗവാനെ. ജിപ്സി ഓറക്കിൾസിൽ എന്തൊക്കെ കാർഡ്സാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഭഗവാനെ, എടുക്കാം. അതങ്ങനെ വീണതോ, അത് നമുക്ക് അങ്ങോട്ട് എടുക്കാം. ഭഗവാനെ, ഇത് ഒരു പ്രിസണാണ്, കാരാഗ്രഹം. നമ്മളുടെ മനസ്സിലുള്ള പ്രശ്നമാവാം, അല്ലെങ്കിൽ ശരിക്കും ആരെങ്കിലും എവിടെയെങ്കിലും ജയിലിൽ കിടക്കുന്നുണ്ടാവാം. ആരെങ്കിലും സഹായിക്കും, എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ച് ആരോ ജയിലിൽ കിടക്കുന്നുണ്ട്. ഒരു കള്ളൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ മറ്റാരോ ചെയ്ത ഒരു തെറ്റിന് വേറൊരാൾ പിടിക്കപ്പെട്ടതാവാം, മനസ്സിലായോ? ഇവിടെ ഒരു വെഡ്ഡിങ് കാണുന്നുണ്ട്, കല്യാണം. പിന്നെ അപ്പോൾ കല്യാണത്തിൽ കൂടെയാണോ ഈ പ്രശ്നം? കല്യാണ സമയത്താണോ? നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ ജയിലിൽ കിടക്കുന്നത്? അറിയില്ല. ഇവിടെ ഒരു എനിമിയെ കാണുന്നുണ്ട്, ഒളിച്ചിരുന്ന് ഉപദ്രവിക്കുന്ന ഒരു എനിമി. ഇതെല്ലാം അങ്ങാടിപ്പാട്ടാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഒരു നാശനഷ്ടമാണ്. ഈ കാർഡ് എല്ലാ റീഡിങ്ങിലും വരുന്നുണ്ട്, എന്താണെന്നറിയില്ല. അപ്പോൾ ഇത് മിസ്ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ ഒരു വളരെ കാലക്കേട് പിടിച്ചൊരു സമയം എന്നാണ് പറയുന്നത്, കേട്ടോ. അപ്പോൾ ഇത്രയും കാർഡ്സാണ് ഓറക്കിൾ മെസ്സേജ് വന്നത്. ഭഗവാനെ, അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ്? എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സണ് ഉപേക്ഷിക്കാൻ പറ്റാത്തത്? അതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും ഒരേ സമയം പല കാര്യങ്ങളിലും മുഴുകിയിരിക്കുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ ഒരേ സമയം 2 പേരെ സ്നേഹിക്കുന്ന, 2 വീട് നോക്കുന്ന, പലതരം ജോലികൾ നോക്കുന്ന ഒരു എനർജി ആവാം, മനസ്സിലായോ? അപ്പോൾ രണ്ടും ഉപേക്ഷിക്കാൻ റെഡിയല്ല ഈ പേഴ്സൺ. രണ്ടും എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. തേർഡ് പാർട്ടിയെയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയും ചിലപ്പോൾ മാരീഡ് ആയിരിക്കാം, കുട്ടികളുള്ള ആളായിരിക്കാം. രണ്ടുപേരും ഇപ്പോഴുള്ള പാർട്ട്നേഴ്സിനെയും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും ഒരുപോലെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന 2 പേരാണ്. മാരേജ് കാർഡ് കണ്ടു. ഓക്കെ, 3 ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ്, ഫാദർ ഓഫ് സ്വേർഡ്സ്. അപ്പോൾ ഇവിടെ ഫാദർ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോജിക്കലും പ്രാക്ടിക്കലുമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന, ചിന്തിക്കുന്ന, സംസാരിക്കുന്ന ഒരു എനർജിയാണ്. വളരെ ക്ലിയർ ആണ് ഈ പേഴ്സൻ്റെ മനസ്സ്, മനസ്സിലായോ? ഇവിടെയും അവിടെയും തൊടാതിരിക്കുന്ന ആളല്ല, വളരെ സ്ട്രോങ് ആണ്, ഒരു സ്റ്റാൻഡ് എടുക്കുന്ന ഒരാളാണ്, അത്രയും ധൈര്യമുള്ള ഒരാളാണ്, ഒരു റിബൽ മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ്. 3 ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പേഴ്സൺ
എന്തിനു വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്തിരുന്നത് ആ കാര്യം ഈ പേഴ്സണ് കിട്ടിയെന്നാണ് അർത്ഥം. മനസ്സിലായോ? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി ദൈവത്തിൻ്റെ സൈഡിൽ നിന്ന് കാര്യം നടക്കണം. ഇനി നമ്മൾ ഒരു സാധനം പൈസ പേ ചെയ്തു, കൊറിയറിന് നമ്മളൊരു സാധനം വാങ്ങിക്കുകയാണ്, നമ്മൾ പൈസ എല്ലാം പേ ചെയ്തു, പിന്നെ നമുക്ക് അവിടെ ചെയ്യാനില്ല, സാധനം വരുമ്പോൾ ഒപ്പിട്ട് മേടിക്കുക അല്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഈ പേഴ്സൺ കുറേ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് ഒരു സാധനത്തിന് വേണ്ടി അത് കിട്ടാൻ വേണ്ടി ചെയ്തു. ആ സാധനം ഈ പേഴ്സൺ ഇപ്പം കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? തേർഡ് പാർട്ടിയായിട്ടുള്ള കണക്ഷൻ ചിലപ്പോൾ ഈ പേഴ്സൺ വളരെയധികം ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കും, വളരെയധികം കാത്തിരുന്ന ഒരു കാര്യമായിരിക്കും. ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഈ പേഴ്സൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സൺ വളരെ സ്ട്രോങ് ആണ്, അതിനെ വിട്ടുകളയാൻ റെഡിയല്ല. ഓക്കെ, നോക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ 2 ഓഫ് കപ്സ് കണ്ടു. ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്നാണ് കണ്ടത്. നോക്കാം നമുക്ക്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. ഇമോഷണലി ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട് ഇവിടെ, മനസ്സിലായോ? അത് നിങ്ങളുടെ പേഴ്സൺ ആവാൻ വഴിയില്ല. പേഴ്സൺ വളരെ ക്ലിയർ ആണ്, തേർഡ് പാർട്ടിയുടെ സൈഡിൽ നിന്നായിരിക്കാം ഡിസ്റ്റർബൻസ് ഉള്ളത്. ഇവിടെ ഒരു 10 ഓഫ് കപ്സ് റിവേഴ്സ് കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയാണ് ഇമോഷണൽ ഡിസ്റ്റർബ്. തേർഡ് പാർട്ടി ഒരു പ്ലെയർ എനർജിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു പ്ലെയർ എനർജി ആണെന്ന് തേർഡ് പാർട്ടി പറയുന്നു. ഈ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? തേർഡ് പാർട്ടിക്ക് തുടങ്ങുമ്പോൾ അവർ കുഴപ്പമില്ല, നിങ്ങളും ഭാര്യ ഉപേക്ഷിക്കേണ്ട, ഞാനും ഭർത്താവിനെ ഉപേക്ഷിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഭർത്താവിനെ ഉപേക്ഷിക്കേണ്ട, ഞാൻ എൻ്റെ ഭാര്യ ഉപേക്ഷിക്കില്ല എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ അവരൊരാൾ കയറി പൊസസീവ് ആവും. പിന്നെ ആ പേഴ്സൻ്റെ അവരിഷ്ടപ്പെടുന്ന ആളാരാണാവോ ആ പേഴ്സൻ്റെ പാർട്ട്ണറെ ഒഴിപ്പിച്ചെടുക്കാൻ നോക്കും. മനസ്സിലായോ? അവർ തമ്മിൽ അടിയുണ്ടാക്കാൻ നോക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടി പറയുന്ന നിങ്ങളുടെ പേഴ്സൺ ഒരു പ്ലെയർ എനർജിയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കാത്തതെന്ന് പറഞ്ഞ് ഇവർ നിങ്ങളുടെ പേഴ്സണെ മാനസികമായിട്ട് ഭയങ്കര ഉപദ്രവിക്കുന്നുണ്ട് ഇവർ. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ ഫാമിലിയെ ഉപേക്ഷിക്കണം. തേർഡ് പാർട്ടിയും ഫാമിലിയെ ഉപേക്ഷിക്കാൻ റെഡിയാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ പേഴ്സണോട് തേർഡ് പാർട്ടി പറയുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ ഫാമിലി എന്ന് വെച്ചാൽ ഭർത്താവും കുട്ടികളും അല്ലെങ്കിൽ ഭാര്യയും കുട്ടികളും, പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അതിന് റെഡിയല്ല. അപ്പോൾ അതാണ് ഇവിടെ പ്രശ്നം. മനസ്സിലായോ? അപ്പോൾ ഈ കാര്യം തേർഡ് പാർട്ടിയുടെ മനസ്സിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ മാത്രം സ്വന്തമാവണം എന്നൊരാഗ്രഹമുണ്ട്. അത് പക്ഷേ അതിൽ കാര്യം നടക്കുന്നില്ല. തേർഡ് പാർട്ടി പല വഴിയും നോക്കുന്നുണ്ട്, പക്ഷെ അത് നടക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ എന്താണ് തേർഡ് പാർട്ടി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് വളരെ ക്ലിയർ ആണ്. അതിൽ ഒരു സംശയവും നിങ്ങളുടെ പേഴ്സണില്ല. തേർഡ് പാർട്ടിയെ വേണം, നിങ്ങളും വേണം. അത് നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിലുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. ഇവിടെ എംപ്രസിനെ കാണിക്കുന്നുണ്ട്. ഈ തേർഡ് പാർട്ടി വളരെയധികം പണമുള്ള ഒരു എനർജിയാണ്. ഇഷ്ടംപോലെ പണമുണ്ട്, ഇഷ്ടംപോലെ സ്വത്തുള്ള ഒരു എനർജിയാണ് തേർഡ് പാർട്ടി. അപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളുടെ പേഴ്സൺ വരികയാണെങ്കിൽ പിന്നെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ ജോലി പോലും ചെയ്യണ്ട, പൈസ മുഴുവനും ഈ പേഴ്സൺ എടുത്തോളാം, തേർഡ് പാർട്ടി നോക്കിക്കൊള്ളാം നിങ്ങളുടെ പേഴ്സണെ എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ അത് കേൾക്കാത്തത് കൊണ്ടുള്ള ഒരു ഡിസ്റ്റർബൻസ് ഇവർ തമ്മിലുണ്ട്. അത് തേർഡ് പാർട്ടിയുടെ മനസ്സിലാണ്, നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യമില്ല. കാരണം ഇതൊക്കെ വളരെ ക്ലിയർ ആക്കിയിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിയത്, റിലേഷൻഷിപ്പിലേക്ക്. ടോറസ് ലീബ്ര ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ കണക്ഷനിൽ എന്താണ് സ്പെഷ്യൽ, എന്താണ് ഇവിടെ ഒരാൾ ചിലപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി ഒരു സ്റ്റാർ ആയിരിക്കാം, തേർഡ് പാർട്ടി വളരെ ഫേമസ് ആയ ഒരു എനർജി ആയിരിക്കാം. അവിടെ എന്തോ പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, സോറി. അപ്പോൾ തേർഡ് പാർട്ടി ഒരു സ്റ്റാർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റാർ ആയിരിക്കാം. ഇവിടെ എന്തായാലും ഒരാൾ വളരെ അപ്പം നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം തേർഡ് പാർട്ടിയെ വളരെ അധികം ആരാധിക്കും. തേർഡ് പാർട്ടിക്ക് അവരുടെ ലൈഫിലുള്ള ആൾക്കാരെ ഷെയർ ചെയ്ത് ശീലമില്ല. ചിലപ്പോൾ ഒരു കാര്യം ഷെയർ ചെയ്യില്ലായിരിക്കും തേർഡ് പാർട്ടി. അതുകൊണ്ടായിരിക്കും തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് നിങ്ങളെ ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്.
അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നേരത്തെ പരിചയമുള്ള രണ്ടുപേരാണ്, ചെറുപ്പത്തിലുള്ള പരിചയമുള്ള രണ്ടുപേരാണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ കൂടെ ഇവരുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട്. പണ്ടേ പരിചയമുള്ള രണ്ടുപേരാണ്, പക്ഷെ ഇപ്പോൾ ഒരാൾ ഭയങ്കര ഉയരത്തിലാണ്, ഫേമസ് ആണ്. ചിലപ്പോൾ രാഷ്ട്രീയത്തിലുള്ള ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഫിലിം ഫീൽഡിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും 4 പേര് അറിയുന്ന ഒരു എനർജിയാണ് ഇവിടെ ഒരാൾ. അപ്പോൾ അയാളും രണ്ടുപേരും തമ്മിലുള്ള കണക്ഷൻ വർഷങ്ങൾ പഴക്കമുള്ളതാണ്, മനസ്സിലായോ? അതിപ്പോൾ പൊടി തട്ടി ചിലപ്പോൾ പബ്ലിക് ഈ പേഴ്സൺ ഫേമസ് ആയപ്പോൾ നിങ്ങളുടെ ആ പേഴ്സണെ തിരിച്ചറിഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്തതായിരിക്കാം, മനസ്സിലായോ? അപ്പോൾ ഇത് പഴയ ഒരു റിലേഷൻഷിപ്പ്, ഉറങ്ങിക്കിടന്ന ഒരു റിലേഷൻഷിപ്പ് രണ്ടാമത് പൊക്കിയെടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതും കൂടിയിട്ടാണ്. അപ്പോൾ തേർഡ് പാർട്ടി വിചാരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോട് ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ തേർഡ് പാർട്ടി പേഴ്സൺ തിരിച്ചു കൊണ്ടുവരാൻ നോക്കുന്നത്. പക്ഷേ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഡിസ്കണക്ട് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് തേർഡ് പാർട്ടിക്ക് അറിയില്ല. അപ്പോൾ ഇത് വളരെ പഴക്കമുള്ള റിലേഷൻഷിപ്പാണ്, അതോ അതിൻ്റെ പ്രത്യേകത. ഇവർ തമ്മിൽ ചിലപ്പോൾ സ്നേഹമായിരുന്നിരിക്കാം, എന്തോ കാര്യം കൊണ്ട് ഇത് നടക്കുക, റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകാതിരുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോട് ഭയങ്കര ആരാധനയുണ്ട്, മനസ്സിലായി? അതുകൊണ്ടാണ് തേർഡ് പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കിയത്, അല്ലാതെ വേറെ ഇവിടെ ഒരു കണക്ഷൻ ഇല്ല. പക്ഷെ ഈ ഒരു ഇതിൽ തേർഡ് പാർട്ടിയുടെ ചിന്ത മുഴുവനും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ തേർഡ് പാർട്ടിക്ക് ഒരു വിലയില്ല, ഞാനിവിടെ ഉള്ളപ്പോൾ മറ്റേയാളുടെ ആവശ്യമില്ലല്ലോ, അവരെന്നെക്കാളും ബെറ്റർ ഒന്നും അല്ലല്ലോ എന്നൊരു ചിന്തയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ മനസ്സിൽ നിങ്ങളുടെ പേഴ്സണെ സ്വന്തമാക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. ഇത് പഴയ ഒരു റിലേഷൻഷിപ്പാണ്, അതുകൊണ്ടാണ് ഇത് സ്പെഷ്യലായത്. ഇന്നും പരിചയപ്പെട്ട ആളല്ല ഇത്, വർഷങ്ങൾക്ക് പഴക്കമുള്ള, ഒപ്പം ജനിച്ച് വളർന്നവരായിരിക്കാം. എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ട് ഇവർ തമ്മിൽ. സ്കോർപിയോ, അക്വാരിയസ്, ഇതാണ് കാണിക്കുന്നത് ഇവിടെ. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണോ ഭഗവാനെ? ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണോ? നോ, ഇത് സോൾമേറ്റ് കണക്ഷൻ ഒന്നുമല്ല. ഇവർ തമ്മിൽ നേരത്തെ ഈ ജന്മത്തിൽ തന്നെ നേരത്തെ പരിചയമുള്ള രണ്ടുപേരാണ്, അല്ലാതെ ഇത് സോൾമേറ്റ് കണക്ഷൻ ഒന്നുമല്ല. പക്ഷെ ആ സമയത്ത് ഇതൊരു വളരെ ഭാരമായി, ഇത് വർക്ക് ചെയ്യില്ല എന്ന് രണ്ടുപേർക്കും മനസ്സിലാക്കിയപ്പോഴാണ് ഇവർ രണ്ട് വഴിക്ക് തിരിഞ്ഞത്, അല്ലെങ്കിൽ ഒരാൾ മറ്റേയാളെ ഉപേക്ഷിച്ചത്. പക്ഷെ അത് കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മുറിവെല്ലാം ഉണങ്ങി. അതാണ് ഇപ്പോൾ രണ്ടുപേരും പുതിയ കണക്ഷൻ തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങളോടുള്ള ഇൻറ്റൻഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിക്കില്ല, അത് കൺഫേംഡ് ആണ്. നിങ്ങളോടുള്ള ഉദ്ദേശം, നിങ്ങളോട് പേഴ്സൺ കണക്ഷൻ ഉണ്ട്, നോ കോണ്ടാക്ട് ഒന്നുമല്ല, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആളാണ്, അതിനിടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്നേ ഉള്ളൂ. ഈ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല, മനസ്സിലായോ? പക്ഷേ നിങ്ങൾ ഭയങ്കര ഒരു വളരെ റിലീജിയസ് ആയ ഒരാളാണ്. ചിലപ്പോൾ നിങ്ങളുടെ വിശ്വാസങ്ങളോട് നിങ്ങളുടെ പേഴ്സണെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്നൊരു ചിന്തയുണ്ടാവാം. പക്ഷെ നിങ്ങളെ പ്യുവർ ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ കാണുന്നത്, വളരെ പ്യുവർ ആയിട്ടുള്ള എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇത് ഇതിൽ കണ്ടോ, 2 വടി. അപ്പോൾ ഈ പേഴ്സൺ കണ്ടോ, ഒരു വാണ്ടിൽ പിടിച്ചിട്ടുണ്ട്, എന്നിട്ട് ഗ്ലോബിലേക്ക് നോക്കും. അപ്പം നിങ്ങളുടെ പേഴ്സൺ എബ്രോഡാണ് താമസിക്കുന്നത്, വർക്ക് ചെയ്യുന്നത്. എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇപ്പം ജോലിയിലായിരിക്കാം പേഴ്സൺ, അല്ലെങ്കിൽ ട്രാവലിങ്ങിലായിരിക്കാം. തിരിച്ചു വരുന്നത് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ. അതിനകത്ത് ഈ പേഴ്സണ് സംശയമൊന്നുമില്ല. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ പേഴ്സണ് പ്യുവറായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. എന്നുവെച്ചാൽ ചില പുരുഷന്മാർ പറയുന്ന കേട്ടിട്ടുണ്ട്, സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല, പുരുഷന്മാർ അവരുടെ ഭാര്യമാരെ ദേവിമാരെ പോലെയാണ് കണക്കാക്കുന്നത്, മനസ്സിലായോ? അവർക്ക് അരുതാത്ത ഫീലിങ്സ് എല്ലാം അവർ മറ്റു സ്ത്രീകളുമായിട്ടാണ് ഷെയർ ചെയ്യുക. പക്ഷേ വൈഫും ഹസ്ബൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ പ്യുവറായിട്ട് കാണുന്ന ചില ആണുങ്ങളുണ്ട്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ചില 90% ആണുങ്ങൾക്കും ഭാര്യ എന്ന് പറഞ്ഞാൽ ദേവി പോലെയാണ്, റെസ്പെക്റ്റ്ഫുൾ ആണ്, വളരെ ലീഗലായിട്ടുള്ളൊരു ബോണ്ടുള്ള ആളാണ്, റെസ്പോൺസിബിലിറ്റി ഉള്ളതാണ് മെജോറിറ്റി ആണുങ്ങൾക്കും. പിന്നെ അത് സ്വഭാവം വേറെ തരത്തിലുള്ള പല ആണുങ്ങളുണ്ട്, അവരെ ഞാൻ പറയുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു ആണും കൂടിയാണ് നിങ്ങളുടെ ഭർത്താവ്. ആ പേഴ്സൺ നിങ്ങളോടുള്ള റെസ്പോൺസിബിലിറ്റി ആസ് എ വൈഫ് അല്ലെങ്കിൽ ആസ് എ ഹസ്ബൻഡ് നിങ്ങളോടുള്ള റെസ്പോൺസിബിലിറ്റി ആ പേഴ്സണ് അറിയാം, അതിലൊരു സംശയവുമില്ല ആ പേഴ്സണ് കേട്ടോ. വരുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് ഈ പേഴ്സൺ വരാൻ പോകുന്നത്. പക്ഷേ ഈ തേർഡ് പാർട്ടിയെ ഈ പേഴ്സൺ ഉപേക്ഷിക്കാൻ റെഡി ആയിട്ടില്ല ഇതുവരെ. അപ്പോൾ എന്തെങ്കിലും ഈ പേഴ്സൺ തേർഡ് പാർട്ടിയെ മുഴുവനായിട്ട് ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമോ? അത് സംശയമാണ്, മനസ്സിലായി? കാരണം ഈ പേഴ്സൻ്റെ മനസ്സ് ഭയങ്കര ക്ലിയർ ആണ്. നിങ്ങൾ അവിടെ ഉണ്ട്, നിങ്ങൾ എവിടെയും പോകുന്നില്ല,
അപ്പോൾ നിങ്ങൾ അവിടെ നിർത്തിക്കൊണ്ട് തേർഡ് പാർട്ടി, കാരണം നിങ്ങളോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എല്ലാം തേർഡ് പാർട്ടിയോട് പറയാം. തേർഡ് പാർട്ടിയിൽ ഈ പേഴ്സൺ കൂടുതലൊരു ഫ്രണ്ടിനെയാണ്. നമുക്ക് ഫ്രണ്ട്, ഇപ്പോൾ ഹസ്ബൻഡ്, ഞങ്ങൾ ഫ്രണ്ട്സിനെ പോലെയാണ് ഹസ്ബൻഡും വൈഫും പറയുന്നത്. പക്ഷേ ഈ ഹസ്ബൻഡും വൈഫിൻ്റെ ഇടയിൽ ഫ്രണ്ട്സിനോട് നമ്മളെല്ലാം പറയും, ആ പയ്യൻ കൊള്ളാലോ, ഈ പെണ്ണ് കൊള്ളാലോ എന്നൊക്കെ നമുക്ക് പറയാം. നല്ല സുന്ദരിയാണല്ലേ, നല്ല സുന്ദരനാണല്ലേ, നമ്മുടെ ഫ്രണ്ട്സിനോട് പറയാം അവളെ കാണാൻ കൊള്ളാം ഇവളെ. നമ്മുടെ സ്വന്തം ഭാര്യയോട് ഭർത്താവിനോട് നമ്മളത് പറയില്ല, പറയുന്നത് മണ്ടത്തരമായിരിക്കും. കാരണം എവിടെയെങ്കിലും അത് ഹേർട്ട് ചെയ്യും. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും ഫ്രണ്ട്ഷിപ്പിലല്ല. അതുകൊണ്ടാണ് ഫ്രണ്ട്സ് മാരേജ് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇവിടെ അതാണ്, നിങ്ങളുടെ പേഴ്സണ് വളരെ ക്ലിയർ ആണ്. ഭാര്യയോട് എന്ത് പറയാം, അല്ലെങ്കിൽ ഫ്രണ്ടിനോട് എന്ത് പറയാം, ഭർത്താവിനോട് എന്ത് പറയാം, ഫ്രണ്ടിനോട് എന്ത് പറയാം എന്ന കാര്യത്തിൽ വളരെ ക്ലിയർ ആണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തൽക്കാലം ഉപേക്ഷിക്കില്ല, പക്ഷെ നിങ്ങളെയും ഉപേക്ഷിക്കില്ല. തേർഡ് പാർട്ടിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസും ഇല്ല. തേർഡ് പാർട്ടി തെറ്റിദ്ധരിക്കുന്നതാണ്. ഇനിയിപ്പോൾ തേർഡ് പാർട്ടി നാളെ ഒരിക്കൽ വന്നിട്ട് എന്നോടാണ് കൂടുതൽ ഇഷ്ടം, നിങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി, എൻ്റെ ഭർത്താവിനോടോ ഭാര്യയോടോ സംസാരിക്കുക, അവരെന്താണ് പറയുന്നത് എന്നോട് പറയാൻ പറയുക, ഞാനത് ഡീൽ ചെയ്തോളാം, നിങ്ങൾ എന്നോട് ഇടപെടേണ്ട സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് തുറന്ന് പറയുക. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ റീഡിങ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇത് വെർഗോ പൈസസ്, ബാക്കി സോഡിയാക് സൈനെല്ലാം ഞാൻ പറഞ്ഞു. അതാണ് രണ്ടാമത്തെ റീഡിങ്. ഇനി ഞാൻ മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് കാർഡ്സൊക്കെ ഒന്ന് നേരെ ആക്കിക്കോട്ടെ. ഓക്കെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് ആണ് ഭഗവാനെ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള സ്പിരിച്വൽ ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഭഗവാനെ ക്ലിയർ ആയിട്ടുള്ള മെസ്സേജസ് തരണേ ഭഗവാനെ. ഭഗവാനെ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജസ് തരണേ ഭഗവാനെ. ഫാമിലിയെ കാണിക്കുന്നുണ്ട്, ഇമോഷണൽ സപ്പോർട്ട് വേണം ഫാമിലിക്ക് എന്ന് പറയുന്നുണ്ട് ഭഗവാനെ. ഭഗവാനെ ഭഗവാനെ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എപ്പോഴും നമ്മളുടെ ഫാമിലി ആയിരിക്കണം. ഭാര്യ, ഭർത്താവ്, നമ്മളുടെ കുട്ടികൾ, നമ്മളുടെ അച്ഛനമ്മ, അതൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും സ്നേഹിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഭാര്യയ്ക്കും റെസ്പെക്റ്റും അല്ലെങ്കിൽ ഭർത്താവിനും റെസ്പെക്റ്റും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനുള്ള ഒരു പ്രാപ്തി നമ്മൾ നേടിയെടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് കാർഡാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഫോർഗീവ്നെസ് ആൻഡ് എംബ്രേസ് പോസിറ്റിവിറ്റി, മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള മനസ്സ് വെക്കണം, അതുപോലെ തന്നെ എല്ലാം പോസിറ്റീവായിട്ട് കാണാനുള്ള മനസ്സ് വെക്കണം എന്ന് പറയുന്നുണ്ട്. സ്റ്റിൽനെസ് ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സസ്. അപ്പോൾ ഇപ്പം നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ പുറമേ നിന്നുള്ള ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്കൊരു ശാന്തത ഉണ്ടെങ്കിൽ അത് പുതിയതായിട്ട് പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പുള്ള ശാന്തതയാണ്, എല്ലാം കെട്ടടങ്ങിയിട്ടില്ല എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. ആ രണ്ട് കാർഡ്സേ നിങ്ങൾക്ക് വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് ജിപ്സി ഓറക്കിൾസ് നോക്കാം. ഭഗവാനെ ഫെയ്ത്ത്ഫുൾനെസ് കണ്ടു. നിങ്ങളുടെ കൂടെയുള്ള ആരൊക്കെയോ നിങ്ങളോട് വളരെ ആത്മാർത്ഥതയുള്ള ആളുകളാണെന്ന് കാണിച്ചു. ഹോപ്പ്, എപ്പോഴും മനസ്സിൽ പ്രത്യാശ സൂക്ഷിക്കണം. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല മുഴുവനായിട്ട്, ഇനിയും നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരും എന്ന് പറയുന്നത്. ഭഗവാനെ ഒരു വീട് കാണിച്ചു. ഇപ്പോൾ പ്രത്യാശ സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. എത്ര ചീത്ത ഇതായാലും അതുകൊണ്ടാണ് പോസിറ്റീവ് ഇത് ഔട്ട്ലുക്ക് വെക്കണം എന്ന് പറഞ്ഞത് നിങ്ങളോട് ഭഗവാനെ. പിന്നെ കാർഡ് ഫെയ്ത്ത്ഫുൾനെസ്. നിങ്ങളുടെ കൂടെ നിങ്ങൾ ഉപദ്രവിക്കുന്ന കുറേ പേരുണ്ടാവും, പക്ഷേ നല്ലവരായ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടാവും. ഭാര്യയോ ഭർത്താവോ അമ്മയോ അച്ഛനോ
ബ്രദറോ സിസ്റ്ററോ ആരൊക്കെയോ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളോട് നല്ല ആത്മാർത്ഥത ഉള്ളവർ. ഒരു ഡെക്ക് കാർഡ് കാണിക്കുന്നുണ്ട്, മരണം. ഇനിയിപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും, പ്രായമുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ അസുഖമായിട്ട് സീരിയസ് ആയിട്ട് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആ പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്വത്തോ പണമോ ഒക്കെ എഴുതി വെച്ചിട്ട് പോകാനുള്ള ഒരു ചാൻസും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു പട്ടാളത്തിലുള്ള ഒരാളെ കാണിക്കുന്നുണ്ട്. സ്വീറ്റ് ഹാർട്ട്, നിങ്ങൾ സ്നേഹിക്കുന്ന ആർക്കോ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ കോൺവെർസേഷൻ ആണ് പറയുന്നത്. കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ എന്തോ റൂമറാണോ, ന്യൂസ് ആണോ, ആരോ എന്തോ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കാൻ ഇടവരും എന്നാണ് പറയുന്നത്. ഇത്രയും കാർഡ്സ് ആണ് ഇവിടെ കണ്ടത്. ഇത് ഞാൻ വിശദീകരിക്കുന്നില്ല, കൺഫ്യൂഷനിലേക്ക് പോകും. എന്തൊക്കെ കാർഡാണ് കണ്ടതെന്നാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഓവറോൾ എനർജി എന്താണ്? ഒരു വിക്ടറി, ഒരു പ്രൊമോഷൻ, എന്തോ ഒരു നേടിയെടുത്ത ഒരു സന്തോഷം ഇവർ തമ്മിൽ വിവാഹം കഴിച്ചോ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ? കാരണം എന്തൊക്കെയോ നേടിയെടുത്തു എന്നൊരു ചിന്ത ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിലുണ്ട്. അതുപോലെ തന്നെ കിങ് ഓഫ് വോൺസിനെ കണ്ടു. കിങ് ഓഫ് വോൺസ് കുറച്ച് അഹങ്കാരിയാണ്, കുറച്ച് പൊട്ടത്തരമുള്ള എനർജിയാണ്. ആരെങ്കിലുമൊക്കെ കൂടെ നിന്ന് നിങ്ങൾ ഭയങ്കരനാണ്, നിങ്ങൾ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞാൽ അതൊരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കുന്ന ഒരു എനർജിയാണ്. നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ പേടിക്കുകയല്ല വേണ്ടത്, നമ്മളെ റെസ്പെക്റ്റ് ചെയ്യണം. പേടിയിലൂടെയുള്ള റെസ്പെക്റ്റ് ആയിരിക്കരുത് അത്. കാരണം അങ്ങനെയുള്ള റെസ്പെക്റ്റ് ആകുമ്പം നാളെ അവർ നമ്മൾ തള്ളി പറയും. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം. പക്ഷേ ഈ പേഴ്സണ് മറ്റുള്ളവരെ, ഈ പേഴ്സണെ പേടിക്കണമെന്നൊരു ആഗ്രഹമാണ്. ഒരു ഡിക്റ്റേറ്ററാണിത്, സ്വേച്ഛാധിപതി. ആ ഒരു എനർജിയാണ് ഇവിടെ കണ്ടത്. എന്തായാലും നമുക്ക് നോക്കാം, ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണത് കാർഡ്. എവിടെയോ പോയിട്ട് എന്തൊക്കെയോ വെട്ടിപ്പിടിച്ചിട്ട് വളരെ വിജയശ്രീലാളിതനായിട്ട് അല്ലെങ്കിൽ വിജയശ്രീലാളിതയായിട്ട് വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. 10 ഓഫ് വാൻസ്, ഒരു കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി കുറേ വർഷങ്ങളായിട്ട് പടവെട്ടി അവസാനം ഇത് സ്വന്തമാക്കി എനിക്ക് കിട്ടി എന്നൊരു ഇതാണ്. 10 ഓഫ് വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം ബുദ്ധിമുട്ട് സഹിച്ചു, പക്ഷെ എന്നാലും പ്രതിഫലം കൊള്ളാം എന്നൊരു ചിന്ത. 2 ഓഫ് വാൻസ് 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഷഫ്ലിങ്. അപ്പോൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി വന്ന് കയറിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ. ജഗ്ലിംഗ് ആണ്. അപ്പോൾ ഒന്നിനും സമയമില്ല സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണ്. മനസ്സിലായോ? അത് തേർഡ് പാർട്ടി ലൈഫിൽ വന്ന് കയറിയത് കൊണ്ടാണോ ഒന്നിനും സമയമില്ലാത്തത്? എന്താണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഭവാനി, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? കോമ്പറ്റീഷനാണ്. പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. വളരെ സ്ട്രെസ്സാണ്, ഹാപ്പിനെസ് ഇല്ല ഇവർ തമ്മിലെന്ന് കാണിക്കുന്നുണ്ട്. ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്ന് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇത് ഉപേക്ഷിച്ച് മുമ്പോട്ട് പോകാൻ. തേർഡ് പാർട്ടിയോട് ഒരാൾക്ക് മറ്റേയാളോട് ഭയങ്കര ഒരു പ്രൊട്ടക്റ്റീവ് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്, വളരെ കെയറിങ് ആയ ഒരു എനർജി. അപ്പോൾ ഇത്രയൊക്കെ പ്രശ്നമുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഈ റിലേഷൻഷിപ്പ് ഒന്നും കൂടെ ബെറ്റർ ആവണമെന്ന് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഹാപ്പിനെസ് ഇല്ല, ഭയങ്കര സ്ട്രെസ്സാണ്. പക്ഷെ എന്നാലും രണ്ടുപേരും വിട്ടുകൊടുക്കുന്നില്ല. റിലേഷൻഷിപ്പ് മുമ്പോട്ട് തന്നെ കൊണ്ടുപോകണം. രണ്ടുപേരും ഇമോഷണലി അറ്റാച്ച്ഡ് ആണെന്നാണ് പറയുന്നത്. മനസ്സിലായി? ഇവർ ചേർത്ത് പിടിക്കുകയാണ്. അടിയുണ്ട്, ബഹളം എല്ലാം ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, ഹാപ്പിനെസ് ഇല്ല, ഒരു ഗുണവും ഇല്ല. പക്ഷെ എന്നാലും ഇവർ രണ്ടുപേരും കൂടെ പോകുവാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒപ്പം പോകും എന്ന ഒരു ചിന്ത, എന്ന ഒരു ഫീലിംഗ് ആണ് ഇവർ തമ്മിൽ. ലിയോ സോഡിയാക് സൈൻ ആണ്. അതൊരു സ്റ്റബൺനെസ് ആണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ എത്ര ഇതാണെങ്കിൽ ഞാൻ വിടില്ല. മനസ്സിലായോ? ഞാൻ ചിലപ്പോൾ ചില സാധനത്തിൽ നമ്മൾ കയറി പിടിച്ച ഞണ്ട് കണ്ടിട്ടുണ്ടോ? ഞണ്ടിനെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഞണ്ട് നമ്മളുടെ വിരലിൽ കയറി പിടിച്ച വിരൽ മുറിച്ചോണ്ട് പോകും ഞണ്ട്, അല്ലാതെ ഞണ്ട് വിടില്ല. അത്ര ഇതാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏകദേശം അതുപോലെ തന്നെയാണ്. ഇവർ രണ്ടുപേരും വളരെ ശാഠ്യമുള്ള രണ്ടുപേരാണ്.
എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. അത് ചിലപ്പോൾ ഇവരെ മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ തമ്മിൽ സക്സസ്ഫുൾ ആകില്ല എന്ന്. എന്നിട്ടും രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് ഒരുമിച്ച് ചേർന്നവരാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ? ഈ സിറ്റുവേഷൻ എന്താണ് പ്രത്യേകത? ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്താണ് പ്രത്യേകത? ഹാങ്ഡ്മാനാണ് കാണിച്ചത്. സ്റ്റക്കാണ് ഇവർ രണ്ടുപേരും പരസ്പരം. മനസ്സിലായോ? ഇവർക്ക് പഴയ കുറേ കണക്കുകൾ തീർക്കാനുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇവര് ഒരാള് സ്റ്റാറാണ് ഇവിടെ. സ്റ്റാർ എന്ന് പറഞ്ഞാൽ വഴികാട്ടിയാവാം, അല്ലെങ്കിൽ വളരെ പ്രശസ്തിയുള്ള ഒരാൾ. ചില സമയത്ത് നമ്മൾ സൗന്ദര്യം കണ്ടിട്ട് കല്യാണം കഴിക്കാൻ നടക്കും, സ്നേഹിക്കാൻ തുടങ്ങും. ഒരാളുടെ ബാഹ്യ സൗന്ദര്യം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, അയാളുടെ സ്വഭാവം നമുക്ക് ഇഷ്ടമല്ല. പക്ഷെ അയാളുടെ ബാഹ്യ സൗന്ദര്യം നമ്മൾ അത്രയും അങ്ങോട്ട് അട്രാക്ട് ചെയ്തിട്ട് അയാളെ മാത്രമേ നമ്മൾ വിവാഹം കഴിക്കുള്ളൂ. അയാളെ വേറൊരാൾക്ക് നമ്മൾ വിട്ടു കൊടുക്കില്ല എന്നൊരു മെൻറ്റാലിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ആഗ്രഹിച്ചിട്ടാണ് ഇവിടെ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടാക്കുന്നത്. അത് നിങ്ങളുടെ പേഴ്സൺ ആണോ സ്റ്റാർ, അതോ തേർഡ് പാർട്ടി ആണോ? അപ്പോൾ ഇവിടെ വിജയശ്രീലാളിതനായിട്ട് വരുന്നതായിട്ടാണ് രണ്ടുപേരും ഒരുമിച്ചത്. അത് വലിയൊരു പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പടവെട്ടി ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ചാണ് എന്നൊരു എനർജിയാണ് ഇവരുടെ ഓവറോൾ എനർജി കണ്ടത്. ഇവരിതിൽ സ്റ്റക്കാണ്. മനസ്സിലായോ? എന്ന് വെച്ചാൽ തേർഡ് പാർട്ടിയുടെ വിചാരം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി ലൈഫിലുള്ള അത്രയും കാലമേ തേർഡ് പാർട്ടിക്ക് ഒരു വിലയുള്ളൂ എന്നാണ്. അപ്പോൾ ആ ഒരു ഫീലിംഗ് തേർഡ് പാർട്ടിക്ക് ഉള്ളത് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ അതൊരു ക്രെഡിറ്റ് ആണ്. മനസ്സിലായി? ഞാനാണ് ഈ തേർഡ് പാർട്ടിക്ക് വില കൊടുക്കുന്നത് എന്ന് ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സണിന്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയുള്ള അട്രാക്ഷൻ, ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിക്കഴിഞ്ഞാൽ രണ്ടുപേരും ആരുമല്ലാതായി തീരും. അതുകൊണ്ടാണ് രണ്ടുപേർക്കും ഒരു ഗുണമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും ഇവർ തമ്മിലുള്ള ആ കണക്ഷൻ ഇവർ വിട്ടുകളയില്ല. കാരണം ഒരാൾ മറ്റേ ആളെ പൂർണ്ണമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടുപേരും നമ്മൾ തമ്മിൽ എപ്പോഴും ഒരുമിച്ച് വേണം എന്നൊരു ചിന്ത ഇവരുടെ മനസ്സിലുണ്ട്. ഇവിടെ അക്വേറിയസ് ഏരീസും പൈസസുമാണ് കാണിക്കുന്നത്. പട്ടാണോ? ഓക്കെ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണോ? ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണോ ഭഗവാനെ? ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. അതാണ് കാര്യം. ഇവർ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ആണ് എന്ന് വെച്ചാൽ ഇവര് രണ്ടുപേരും മാനിഫെസ്റ്റ് ചെയ്തെടുത്തതാണ് രണ്ടുപേരെയും. എങ്ങനെ? ഇവർ തമ്മിൽ അറിയില്ലായിരിക്കാം, പക്ഷേ ഇപ്പോൾ നമ്മൾക്കൊരു കാര്യം വേണം, നമ്മൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. എനിക്കിപ്പോൾ ജിലേബി കഴിക്കണം എന്ന് വിചാരിക്കുക, എനിക്ക് ജിലേബി, അത് നമ്മളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ അത്ര സ്ട്രോങ് ആയിരിക്കണം. എനിക്കിത് വേണം, ഞാൻ ഒബ്സസ്ഡ് ആയിട്ട് അത് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എനിക്ക് ജിലേബി കൊണ്ട്, എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആരെങ്കിലും എനിക്ക് ജിലേബി കൊണ്ട് തരും. അതും ഒരു പരിചയം, മീൻസ് എൻ്റെ ഫാമിലിയിലുള്ള ആളല്ല, പുറത്തുള്ള ഒരു നെയ്ബറാണ്, അവർ കൊണ്ടു തന്നു എനിക്ക് ജിലേബി. മനസ്സിലാവുണ്ടോ? അതാണ് നമ്മൾ വിചാരിക്കുമ്പോൾ അത് അത്രയും സ്ട്രോങ് ആയിട്ട് വിചാരിക്കുക. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഇവർ ഇന്ന ആളെന്നല്ല, എനിക്ക് ഇങ്ങനെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരാളെ വേണം, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ. അതിനകത്ത് നെഗറ്റീവ് വരും. മനസ്സിലായോ? എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇപ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം, ഭഗവാൻ എനിക്ക് നല്ലൊരു ഭർത്താവിനെ തരണേ, എന്നെ സ്നേഹിക്കുന്ന ഒരാളെ തരണേ എന്ന് പറയുമ്പോൾ സ്നേഹിക്കുന്ന ആളെ തരും, പക്ഷെ ആൾക്ക് വേറെ ഡിഫക്ട്സ് ഉണ്ടാവും. മനസ്സിലായി? അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ സ്നേഹിക്കുന്ന ആളാണ്, പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ക്രൈറ്റീരിയ വയ്ക്കാം, ഇയാൾ സ്നേഹിക്കുന്ന ആൾ കല്യാണം കഴിച്ചു, ഇയാളുടെ ഈ സ്വഭാവം മാറ്റണം, ആ സ്വഭാവം മാറ്റണം, ഈ സ്വഭാവം മാറ്റണം എന്ന് നമ്മൾ പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഇവിടെ രണ്ടുപേരും ഇന്ന ആളാണെന്ന് അറിഞ്ഞിട്ടല്ല, ഈ നിങ്ങളുടെ പേഴ്സൺ ആണെന്ന് അറിഞ്ഞിട്ടല്ല തേർഡ് പാർട്ടി മാനിഫെസ്റ്റ് ചെയ്തത്. പക്ഷെ തേർഡ് പാർട്ടിയുടെ മാനിഫെസ്റ്റേഷൻ എങ്ങനത്തെ ആയിരുന്നു അതിനനുസരിച്ചുള്ള ഒരു ആളാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് ദൈവം ഈ പേഴ്സണെ നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ മുമ്പിലേക്ക് കൊണ്ട് ചെല്ലുകയാണ് ചെയ്തത്. അപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ മാനിഫെസ്റ്റ് എടുത്തതാണ് രണ്ടുപേരെയും. മനസ്സിലായി? ഓരോരുത്തരുടെ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ അവരുടെ എത്ര സ്ട്രോങ് ആണ് അവരുടെ മാനിഫെസ്റ്റേഷൻ, അതിനനുസരിച്ചിട്ടാണ് അവർക്ക് അതിൻ്റെ ഫലം കിട്ടുക. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും വളരെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് എടുത്തതാണ് രണ്ടുപേരെയും. കൊള്ളാം, അടിപൊളി. അപ്പം നിങ്ങളിവിടെ നിങ്ങളോടുള്ള എന്താണ് ഉദ്ദേശം? ഇങ്ങനൊരു സിറ്റുവേഷൻ ആകുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഉദ്ദേശം എന്താണ്? നിങ്ങൾ ഉപേക്ഷിക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ഈ പേഴ്സൺ ഉഴപ്പാണ്, പ്ലെയർ എനർജിയാണ് ഈ പേഴ്സൺ. കണ്ടോ? പ്ലെയർ എനർജിയാണ് ഈ പേഴ്സൺ. അഡ്വഞ്ചർ ലവിങ് ആണ്. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാത്ത ഒരാളാണ്, എപ്പോഴും എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണം ഈ പേഴ്സൺ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. നിങ്ങളോട് ലവ് ഉണ്ട്. 2 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ 2 ഓഫ് കപ്സ് ആണ്.
ഇത് ഷഫിൾ ചെയ്യുമ്പോഴും ഞാൻ കണ്ടതാണ് 2 ഓഫ് കപ്സ്, ട്വിൻ ഫ്ലെയിം കണക്ഷനാണ്. അപ്പം ഞാനത് വിചാരിച്ച തേർഡ് പാർട്ടിയോടാണെന്ന്. അല്ല, നിങ്ങളോട് ട്വിൻ ഫ്ലെയിം കണക്ഷനാണ്, നിങ്ങളെ സ്നേഹമുണ്ട് തേർഡ് പാർട്ടിയെ. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്തതും അതെങ്ങനെ പറ്റും എനിക്കറിഞ്ഞൂടാ. നിങ്ങളുടെ പേഴ്സൺ ചെയ്ത കാര്യം ഇവിടെ കാണിക്കുന്നത് ഞാൻ പറയുന്നു. ഒരാളെ സ്നേഹിച്ചിട്ട് മറ്റൊരാളെ എങ്ങനെയാണ് ലൈഫിലേക്ക് കൊണ്ടുവന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നിങ്ങളെ ഉപേക്ഷിക്കില്ല ഈ പേഴ്സൺ. പ്ലെയർ ആണ്, നിങ്ങളോട് ഭയങ്കര സ്നേഹമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നിരിക്കാം, മനസ്സിലായോ? അപ്പോൾ നിങ്ങളോട് സ്നേഹമുണ്ട്, സ്നേഹമില്ലാതില്ല, നിങ്ങൾ ഉപേക്ഷിക്കുകയില്ല. പക്ഷേ ഈ പേഴ്സൻ്റെ സ്വഭാവം പ്ലെയർ എനർജിയാണ്. നിങ്ങൾ പേഴ്സൻ്റെ കണ്ണെപ്പോഴും ഇങ്ങനെ റോട്ടിൽ ഇറങ്ങുമ്പോൾ ഈ പേഴ്സൺ പല അവിടെ എവിടെയൊക്കെ കളർ കാണുമോ അതൊക്കെ ഇങ്ങനെ നോക്കും, മനസ്സിലാവണോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനത്തെ പെണ്ണുങ്ങളെ? ആണുങ്ങളും പെണ്ണുങ്ങളും. ബൈക്കിലെ ഭർത്താവിൻ്റെ പുറകിൽ പോയി, അല്ലെങ്കിൽ ബോയ്ഫ്രണ്ടിൻ്റെ പുറകിൽ ഇരുന്നുകൊണ്ട് പെണ്ണുങ്ങളെല്ലാ പയ്യന്മാരും കൊള്ളാം. ഭർത്താവ് കണ്ണാടിയിൽ കൂടെ ഇതൊക്കെ കാണുന്നുണ്ടാവും. അത് ഭാര്യയ്ക്ക് അറിയില്ല, അല്ലെങ്കിൽ ഗേൾഫ്രണ്ട് അറിയില്ല. അതുപോലെ തന്നെ ഗോഗിൾസ് വെച്ചിട്ട്, കണ്ണട വെച്ചിട്ട് അതിനിടെ ഡാർക്ക് ഗ്ലാസ്സസ് ആകുമ്പോൾ കറുത്ത ഗ്ലാസ് ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ളിൽ കൂടെ വഴിയെ പോകുന്ന പെൺകുട്ടികളെല്ലാം നോക്കുന്ന ആണുങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ അങ്ങനത്തെ ഒരു പേഴ്സണാണ്. പക്ഷേ ഈ പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ട്, അതിലൊരു സംശയവും വേണ്ട എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നെങ്കിലും ഈ പേഴ്സൺ തേർഡ് പാർട്ടിയെ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കുമോ? എന്നിട്ട് നിങ്ങളുടെ മാത്രം സ്വന്തമാകുമോ? നോ ആണ്, നോ, റിവേഴ്സ് ആണ് വരുന്നത്. ഈ പേഴ്സണ് തേർഡ് പാർട്ടികളില്ലാത്ത ഒരു ജീവിതം പോസിബിൾ അല്ല, മനസ്സിലായോ? കാരണം ഈ എന്താ പറയുക, ഈ പേഴ്സണ് എപ്പോഴും പുതുമ വേണം. അപ്പോൾ പുതുമ വേണമെങ്കിൽ പുതിയ തേർഡ് പാർട്ടീസ് വരണം. അല്ലാതെ നിങ്ങൾക്ക് ഒരു ദിവസം ഒരാളായിട്ടും മറ്റേ ദിവസം വേറൊരാളായിട്ടും അഭിനയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സണൽ ലൈഫിൽ എന്നും തേർഡ് പാർട്ടീസ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അതിനോട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക, അല്ലാതെ നിങ്ങൾക്ക് വേറെ വഴിയില്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഫൈറ്റ് ചെയ്യരുത്, എന്നുവെച്ചാൽ ഒഴിഞ്ഞു പോവുക. നമ്മൾ അവിടെ നിന്ന് അവരെ മാറ്റാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല, നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ റീഡിങ്, ഫൈനൽ റീഡിങ്. മൂന്നാമത്തെ റീഡിങ് കോമഡിയാണ്. പൈസീസ്, അക്വാരിയസ്, ഏരിയ. നിങ്ങൾക്കത് ഭയങ്കര സങ്കടമായിരിക്കും. പക്ഷെ ഇവിടെ റീഡിങ് കാണിച്ചപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് വന്നത്. സ്നേഹിക്കുന്നുണ്ട് ഒരാളെ, പക്ഷെ വേറെ റിലേഷൻഷിപ്പും കൂടെ വെക്കാൻ ഒരു മടിയില്ല. ലിയോ, അതൊരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. ഒരേ സമയം 2 പേരും 3 പേരെയൊക്കെ സ്നേഹിക്കുന്ന കുറേ ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല പറയുന്നത്. എന്നാലും അതെങ്ങനെ പോസിബിൾ ആണെന്നുള്ളൊരു കാര്യം എനിക്ക് എപ്പോഴും സംശയം വരാറുണ്ട്. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതാണ് ഫൈനൽ റീഡിങ്. ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി. ഭഗവാൻ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധിയും ആരോഗ്യവുമെല്ലാം അനുഗ്രഹിച്ച് നൽകാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ.